Mesmerizing wedding collection. Tejaswini by Chungat Jewelry. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. കാലടി SNDP ലൈബ്രറിക്ക് ഓണസമ്മാനവുമായി ന്യൂസിലാൻഡിൽ നിന്ന് ജോബിൻ ജോർജ് എത്തി. വിലമതിക്കാനാകാത്ത ഒരു കെട്ട് പുസ്തകങ്ങളായിരുന്നു ജോബിന്റെ ഓണസമ്മാനം. പൊതുപ്രവർത്തനത്തോടൊപ്പം വായനയെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് ജോബിൻ ജോർജിന്റേത്. ന്യൂസിലാൻഡിൽ നിന്ന് ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ ജോബിനെത്തിയത് ഒരു കെട്ട് പുസ്തകങ്ങളുമായാണ്. മലയാള പുസ്തകങ്ങളുമായി ന്യൂസിലാൻഡിൽ വായനക്കൂട്ടം എന്ന പേരിൽ ഒരു ലൈബ്രറി തുടങ്ങാൻ തന്നെ സഹായിച്ച കാലടി SNDP ലൈബ്രറിക്ക് തിരികെ തന്നാൽ കഴിയുന്ന ഒരു സഹായം എത്തിക്കുകയായിരുന്നു ജോബിൻ ജോർജ്. SNDP ഹാളിൽ നടന്നുവരുന്ന ബുധസംഗമത്തിന്റെ ഓണാഘോഷമായിരുന്നു വേദി. ജില്ലാ ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി MR സുരേന്ദ്രൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത് ജോബിനിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. അപ്പോ നമ്മുടെ ഈ സമൂഹത്തിൽ നാം ഓരോരുത്തരും പൂക്കളാണ്. സവിശേഷമായ ഗുണങ്ങളൊക്കെയുള്ള, സൗന്ദര്യമൊക്കെയുള്ള പൂക്കളാണ് എല്ലാ മനുഷ്യൻ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വളരെ സുന്ദരം തന്നെ നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മൾ സമൂഹത്തോട് ഒത്തുചേരുമ്പോഴാണ് നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു മാനവിക ബോധത്തിൽ അണിഞ്ഞ് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്, നമ്മുടെ വീട് ഒരു പൂക്കളം പോലെ മനോഹരമായി തീരുന്നു. അപ്പോൾ പൂക്കളത്തിന് കൃത്യമായും ഒരർത്ഥം ഉണ്ട്. പൂക്കളം മനോഹരമാകുന്നത് നാനാതരത്തില് ഉള്ള പൂക്കൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ്. സാധാരണ ക്ഷേത്രങ്ങളിലേക്ക് പൂജയ്ക്കെടുക്കാത്ത പൂക്കൾക്ക് പോലും വലിയ പ്രാധാന്യം ഓണക്കാലത്ത് പൂക്കളത്തിൽ വരികയാണ്. ഇപ്പൊ തുമ്പകളൊന്നുമില്ല. ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, എവിടെയെങ്കിലും പൂക്കളം കണ്ടുകിട്ടോ. എങ്കിൽ തന്നെ നമുക്കറിയാം സാധാരണ സ്ഥാനം കിട്ടാത്ത അല്ലെ ഈ പൂക്കൾക്ക് പോലും വലിയ പ്രാധാന്യം വരുന്ന ഒരു കാലമാണ് ഓണക്കാലം എന്നുള്ളത്. പൂക്കളം മനോഹരമാകുന്നത് അതിൽ വിവിധ വർണ്ണങ്ങളുള്ള പൂക്കൾ ഒന്നിച്ച് ചേരുമ്പോൾ. SNDP ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB സാബു അധ്യക്ഷനായിരുന്നു. ജോബിൻ ജോർജ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസിലാൻഡിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് വായനശാലയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൻ്റെ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഓണാശംസ നേരുന്നു. അന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി ഇവിടെ മലയാളം പുസ്തകം ലഭ്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ മുരളി സാറിനെ വന്ന് രാത്രി എന്നെ വിളിച്ചു. സാറേ, ഇവിടെ കുട്ടികൾക്കൊക്കെ വായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, മലയാളം പുസ്തകം ലഭ്യമല്ല, എന്ത് ചെയ്യുന്നു? അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മുരളി സാറെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പുസ്തകം കുറച്ച് അധികം മലയാളം പുസ്തകം പോസ്റ്റ് വഴി അവിടേക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. കാര്യം ഒത്തിരി പണച്ചെലവുള്ള കാര്യമാണ്. അവിടേക്ക് ഇവിടുന്ന് കൊറിയർ വഴി അയക്കുമ്പോൾ നല്ല പണച്ചെലവ് വന്നിരുന്നു. എന്നാലും സാറ് അതിനു വേണ്ടി, അതുപോലെ JP സാറും അതിനു വേണ്ടി എഫേർട്ട് എടുത്തു. അവർ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കുറേ മലയാളികൾ വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ കുട്ടികൾ വായിച്ചിരിക്കേണ്ട കുറേ പുസ്തകങ്ങൾ ശേഖരിച്ചു. പല DC-യിലും കറണ്ടിലൊക്കെ പോയി, NPS-ലൊക്കെ പോയി പുസ്തകം ശേഖരിച്ചു, എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ അയച്ചു വരികയും നമുക്ക് ന്യൂസിലാൻഡിൽ ആദ്യമായിട്ടൊരു വായനശാല തുടങ്ങുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന്
കാരണക്കാര് JP സാറും മുരളി സാറുമാണ്. നമ്മൾ അത്രയധികം സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ നമ്മളവിടെ വായനശാല തുടങ്ങുകയും അവിടെ ഒരു വായനാ കൂട്ടം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ അവിടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ 50-ലധികം വായനക്കാര് ജോയിൻ ചെയ്യുകയും നമുക്ക് ഇവിടുത്തെ പോലെ നമുക്ക് വാട്സപ്പിൽ ഒരാളെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരാളുടെ സമ്മതമില്ലാതെ ഒരു ഗ്രൂപ്പുകളിലും ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 50ഓളം വായനക്കാര് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും സജീവമായിട്ട് ആ ഗ്രൂപ്പിന് വായനാക്കൂട്ടം എന്നൊരു പേരിടുകയും സജീവമായിട്ട് സാംസ്കാരികമായ ചർച്ചകൾ ആ ഗ്രൂപ്പിൽ സംവദിക്കുകയും നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഈ വായനാക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു കുട്ടികൾക്കായി ഒരു പ്രസംഗ മത്സരം സംഘടിപ്പിക്കുകയും നിരവധി കുട്ടികൾ ആ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ ഇത് പറയാനുള്ള കാരണം, അങ്ങനെ ഇരിക്കുമ്പോൾ മുരളി സാറ് എന്നോട് പറഞ്ഞു, ജോബിനെ ഈ പുറത്തുനിന്ന് പുസ്തകങ്ങൾ കപ്പൽ വഴി കൊണ്ടുവരാണെങ്കിൽ ചെലവില്ല എന്ന് പറഞ്ഞു. വളരെ കുറഞ്ഞ ചെലവാണ്, കുറച്ച് പുസ്തകം ശേഖരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ സാറ് പറഞ്ഞ ആ വാക്കിന് 100% ആത്മാർത്ഥതയോടെ ഞാൻ എല്ലായിടത്തും പോയി തപ്പി. അവിടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവര് ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിന് കൊടുക്കും. ഞാൻ ഏകദേശം 1500 പുസ്തകം എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അവിടെ ന്യൂസിലാൻഡിൽ എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. ഇതെല്ലാം ശേഖരിച്ച് ഞാൻ ഇവിടെ, അത് കഴിഞ്ഞപ്പോഴാണ് കപ്പലിൽ കൊണ്ടുവരുന്ന ചെലവിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്ന അതേ കാശിൻ്റെ ചെലവിട്ടുന്നു. അപ്പം ഞാൻ മുരളി സാറിനോട് പറഞ്ഞു, സാറേ ഈ പുസ്തകം എന്ത് ചെയ്യും? കാരണം ഞാൻ ഇംഗ്ലീഷ് പുസ്തകം വായിക്കില്ല. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തത് കൊണ്ട് ഞാൻ ചിന്തിച്ചു, എന്തായാലും കുറച്ച് പുസ്തകങ്ങൾ ഞാൻ അവിടെ വരുമ്പോൾ കൊണ്ടുവരും. അതെൻ്റെ മനസ്സിൽ എഴുതി വെച്ചു. ഞാൻ അങ്ങനെ ന്യൂസിലാൻഡിൽ നിന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ വൈഫ് കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ടു. ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് പുസ്തകം 2 ലഗേജ് നിറച്ചും പുസ്തകം ഞാനിവിടെ എത്തിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകം കൊണ്ടുവരാനുണ്ടായ സാഹചര്യം. ഇനി 1500 പുസ്തകം അവിടെ ഇരിക്കുകയാണ്. ഞാനിത് എങ്ങനെ ഇവിടെ എത്തിക്കും എന്നുള്ളത് ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പുസ്തകം ഇവിടെ എത്തിക്കാനുള്ള സാഹചര്യം. അപ്പോൾ ഇതിനെ എല്ലാം പിന്തുണ തന്നത് മുരളി സാറും JP സാറുമാണ്. വിവിധ സേവനങ്ങളിൽ നിന്ന് വിരമിച്ചവരെ സ്നേഹസംഗമത്തിൽ ആദരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം P. തമ്പാൻ, MV ജയപ്രകാശ്, കാലടി S. മുരളീധരൻ, NP ചന്ദ്രൻ, സദാനന്ദൻ പുല്ലാനി എന്നിവർ പ്രസംഗിച്ചു. പാട്ടുകൂട്ടം അവതരിപ്പിച്ച സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്, ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.